നോക്കാം. ഒരു വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം 2026 ഫെബ്രുവരിയിൽ മണിപ്പൂരിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതാരാണ്? യൂനാം ഖേംചന്ദ് സിംഗ് ആണ്. ഒരു വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം 2026 ഫെബ്രുവരിയിൽ മണിപ്പൂരിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതാരാണ്? യൂനാം ഖേംചന്ദ് സിംഗ് ആണ്. ഇനി നമുക്ക് നിലവിലെ ക്യാബിനറ്റ് മന്ത്രിമാര് ആരൊക്കെയാണെന്ന് നോക്കാം. നിലവിലെ ക്യാബിനറ്റ് മന്ത്രിമാർ: ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് അല്ലെ. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. വകുപ്പുകൾ ഏതൊക്കെയാണ്? പേഴ്സണൽ, പൊതുപരാതികൾ, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം, മറ്റ് മന്ത്രിമാർക്ക് വിഭജിച്ച് നൽകാത്ത എല്ലാ പ്രധാന നയപരമായ കാര്യങ്ങളും എല്ലാം നരേന്ദ്രമോദിക്കാണ് ഉള്ളത്. അപ്പൊ എന്താണ്? പേഴ്സണൽ, പൊതുപരാതികൾ, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം എന്നിവയെല്ലാം. ശ്രീ രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധം ആരാണ്? ശ്രീ രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധം. ശ്രീ രാജ്നാഥ് സിംഗ് ആണ്. അമിത്ഷാ എന്താണ്? ആഭ്യന്തരം, സഹകരണം എന്നിവയാണ് അമിത്ഷാ കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തരം, സഹകരണം എന്നിവയാണ് ശ്രീ അമിത്ഷാ കൈകാര്യം ചെയ്യുന്നത്. നിതിൻ ഗഡ്കരി എന്താണ്? ഉപരിതല ഗതാഗതം, ദേശീയപാതകൾ. നിതിൻ ഗഡ്കരിയാണ് ഉപരിതല ഗതാഗതം, ദേശീയപാതകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് നിതിൻ ഗഡ്കരിയാണ്. ശ്രീ JP നഡ്ഡ എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ആരോഗ്യം, കുടുംബക്ഷേമം, കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്. ഇപ്പൊ JP നഡ്ഡ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ആരോഗ്യം, കുടുംബക്ഷേമം, കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് എന്നിവയാണ്. ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കർഷകക്ഷേമം, ഗ്രാമീണ വികസനം. ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? കൃഷി, കർഷകക്ഷേമം, ഗ്രാമീണ വികസനം എന്നിവയാണ്. നിർമ്മല സീതാരാമൻ ധനകാര്യം, കോർപ്പറേറ്റ് കാര്യങ്ങളാണ്. ധനകാര്യമന്ത്രിയാണ് അല്ലെ. നിർമ്മല സീതാരാമൻ ധനകാര്യം, കോർപ്പറേറ്റ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമനാണ്. S ജയശങ്കർ വിദേശകാര്യം. S ജയശങ്കർ ആണ് വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നത്. ശ്രീ മനോഹർ ലാൽ ഖട്ടർ ഊർജം, ഭവന നിർമ്മാണം, നഗരകാര്യം എന്നിവയാണ്. മനോഹർ ലാൽ ഖട്ടർ ഊർജം, ഭവന നിർമ്മാണം, നഗരകാര്യം എന്നിവയാണ്. അശ്വിനി വൈഷ്ണവ് റെയിൽവേ, വാർത്താവിനിമയ പ്രക്ഷേപണം, IT എന്നിവയാണ് അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നത്. എന്തൊക്കെയാണ്? റെയിൽവേ, വാർത്താവിനിമയ പ്രക്ഷേപണം, IT എന്നിവയാണ് അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്തത്. ശ്രീ പീയൂഷ് ഗോയൽ വാണിജ്യം, വ്യവസായം. പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്തൊക്കെയാണ്? വാണിജ്യവും വ്യവസായവുമാണ്. വാണിജ്യവും വ്യവസായവും. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം. ധർമ്മം അല്ലെ. ധർമ്മം, വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ ധർമ്മമുള്ള ഒരു വ്യക്തിയായിട്ട് വളരാൻ സാധിക്കത്തുള്ളൂ. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം. ശ്രീ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം, പ്രകൃതിവാതകം. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം, പ്രകൃതിവാതകം. കിരൺ റിജിജു പാർലമെന്ററി കാര്യങ്ങൾ, ന്യൂനപക്ഷ ക്ഷേമം എന്നിവയാണ്. കിരൺ റിജിജു പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ ക്ഷേമം. മൻസുഖ് മാണ്ഡവ്യ യുവജനകാര്യവും കായികം, തൊഴിൽ. മൻസുഖ് മാണ്ഡവ്യ യുവജനകാര്യം, കായികം, തൊഴിൽ എന്നിവയാണ്. ചിരാഗ് പസ്വാൻ ആണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായം. ചിരാഗ് പസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായം. CR പാട്ടീല് ജൽശക്തിയാണ്. CR പാട്ടീൽ ജൽശക്തി. ശ്രീ സർബാനന്ദ സോനോവാൾ ആണ് തുറമുഖങ്ങൾ, കപ്പൽ ഗതാഗതം, ജലപാതകൾ. ഇടയ്ക്കൊക്കെ കേരളത്തിലൊക്കെ വരാറുണ്ട് അല്ലെ. വിഴിഞ്ഞത്തിന്റെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ സർബാനന്ദ സോനോവാൾ. തുറമുഖങ്ങൾ, കപ്പൽ ഗതാഗതം, ജലപാതകൾ എന്നിവയൊക്കെ. ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികമ്മ്യൂണിക്കേഷൻസ്, വടക്കുകിഴക്കൻ മേഖലയുടെ വികസനം. ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികമ്മ്യൂണിക്കേഷൻസ്, വടക്കുകിഴക്കൻ മേഖലയുടെ വികസനം. ശ്രീ ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി, വനം, കാലാവസ്ഥ വ്യതിയാനം. ഭൂപേന്ദർ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പേരാണ് അല്ലെ. അപ്പൊ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം, ഭൂപേന്ദർ യാദവ്. ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം, ടൂറിസം. ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം, ടൂറിസം. അപ്പൊ ടൂറിസത്തിൽ അല്ലെ, നമ്മൾ ടൂറിസം മേഖലയിലൊക്കെ ആനയൊക്കെ എഴുന്നള്ളിച്ച് അല്ലെ, ആനയൊക്കെ ഇങ്ങനെ
ടൂറിസത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഗജേന്ദ്രം, ഗജം അല്ലെ, ഗജം എന്ന് വെച്ചാൽ ആനയാണ്. ശ്രീമതി അന്നപൂർണാദേവി വനിതാ ശിശുവികസനം. ശ്രീമതി അന്നപൂർണദേവി വനിതാ ശിശുവികസനം. ശ്രീ കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു സിവിൽ ഏവിയേഷൻ ആണ്. ശ്രീ കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു സിവിൽ ഏവിയേഷൻ. അത്രയാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ഇനി സഹമന്ത്രിമാരുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, മലയാളിയാണ് അല്ലെ. ന്യൂനപക്ഷ ക്ഷേമം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയാണ് ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ന്യൂനപക്ഷ ക്ഷേമം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. ശ്രീ സുരേഷ് ഗോപി പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. സഹമന്ത്രിമാരാണ് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പേഴ്സണൽ, ബഹിരാകാശം, ആണവോർജം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ജിതേന്ദ്ര സിംഗ് ആണ്. ശ്രീ അർജുൻ റാം മേഘ്വാൾ നിയമം, നീതിന്യായം. ശ്രീ അർജുൻ റാം മേഘ്വാൾ ആണ് നിയമം, നീതിന്യായം. ഈ പേര് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. 106 ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് ശ്രീ അർജുൻ റാം മേഘ്വാൾ ആണ്. അടുത്തത് നമുക്ക് മുഖ്യമന്ത്രിമാര് നോക്കാം. ഇപ്പൊ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒന്നും നിലവിൽ ഇപ്പം നാളത്തെ പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തില്ല. ഇപ്പൊ അങ്ങ് തെരഞ്ഞെടുത്തേ ഉള്ളത് കൊണ്ട് അതിനു മുമ്പത്തെ ചോദിക്കാം. മുഖ്യമന്ത്രിമാരെ അങ്ങനെ ഇവിടത്തെ കേരളത്തിലെ ഒന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. വേറെ ഏതെങ്കിലും രീതിയിൽ വളച്ചൊടിച്ചായിരിക്കും ചോദിക്കുന്നത്. വേറെ എന്തെങ്കിലും അധ്യക്ഷനായിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കേരളം നിലവിൽ ഇപ്പോൾ വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത്. വി ഡി സതീശൻ. തമിഴ്നാട്ടിലാരാണ്? സി ജോസഫ് വിജയ് ആണ്. തമിഴ്നാട്ടിലെ സി ജോസഫ് വിജയ് ആണ് കയറിയിരിക്കുന്നത്. കർണാടകയിലെ സിദ്ധരാമയ്യാണ്. കർണാടകയിലെ സിദ്ധരാമയ്യാണ്. ആന്ധ്രാപ്രദേശിലെ എൻ ചന്ദ്രബാബു നായിഡു. ആന്ധ്രാപ്രദേശിലെ എൻ ചന്ദ്രബാബു നായിഡു ആണ്. തെലങ്കാനയില് എ രേവന്ത് റെഡ്ഡി. തെലങ്കാനയില് എ രേവന്ത് റെഡ്ഡിയാണ്. മഹാരാഷ്ട്രയില് ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. മഹാരാഷ്ട്രയില് ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ആണ്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ആണ്. പശ്ചിമ ബംഗാളില് ഓർത്തു വെക്കുക, നിലവില് ഇപ്പം നാളത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിലും വരും പരീക്ഷകൾക്ക് ചോദിക്കാം. സുവേന്ദു അധികാരി. പശ്ചിമ ബംഗാളിലെ സുവേന്ദു അധികാരി. ബീഹാറില് സമ്രാട്ട് ചൗധരിയാണ്. ബീഹാറില് സമ്രാട്ട് ചൗധരി. പഞ്ചാബില് ഭഗവന്ത് സിംഗ് മാൻ ആണ്. പഞ്ചാബില് ഭഗവന്ത് സിംഗ് മാൻ. ഗുജറാത്തില് ഭൂപേന്ദ്ര പട്ടേൽ. ഗുജറാത്തില് ഭൂപേന്ദ്ര പട്ടേൽ. രാജസ്ഥാനില് ഭജൻലാൽ ശർമ്മ. രാജസ്ഥാനില് ഭജൻലാൽ ശർമ്മ. മധ്യപ്രദേശിലെ മോഹൻ യാദവ്. മധ്യപ്രദേശില് മോഹൻ യാദവ്. ഝാർഖണ്ഡില് ഹേമന്ത് സോറൻ. ഝാർഖണ്ഡില് ഹേമന്ത് സോറൻ. ഇതൊക്കെ ഓർത്തു വെക്കുക. ഇച്ചിരി പ്രത്യേകതയുള്ള പ്രദേശങ്ങളെയൊക്കെ ഓർത്തു വെക്കുക. ഝാർഖണ്ഡ് ഹേമന്ത് സോറൻ. ഒഡീഷ മോഹൻ ചരൺ മാജി. ഒഡീഷയിലെ മോഹൻ ചരൺ മാജിയാണ്. അസം ഹിമന്ത ബിശ്വ ശർമ്മ. അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഛത്തീസ്ഗഡില് വിഷ്ണുദേവ് സായി. ഛത്തീസ്ഗഡില് വിഷ്ണുദേവ് സായിയാണ്. ഹരിയാനയില് നായബ് സിംഗ് സൈനിയാണ്. ഹരിയാനയില് നായബ് സിംഗ് സൈനി. ഹിമാചൽ പ്രദേശില് സുഖ്വിന്ദർ സിംഗ് സുഖു ആണ്. ഹിമാചൽ പ്രദേശില് സുഖ്വിന്ദർ സിംഗ് സുഖു ആണ്. ഉത്തരാഖണ്ഡില് പുഷ്കർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡില് പുഷ്കർ സിംഗ് ധാമി. ഗോവയില് പ്രമോദ് സാവന്ത് ആണ്. ഗോവയില് പ്രമോദ് സാവന്ത്. ത്രിപുരയില് മാണിക് സാഹ. ത്രിപുരയില് മാണിക് സാഹയാണ്. മേഘാലയയില് കോൺറാഡ് സാങ്മ. മേഘാലയയില് കോൺറാഡ് സാങ്മ. മിസോറാമില് ലാൽ ദുഹോമ. മിസോറാമില് ലാൽ ദുഹോമയാണ്. നാഗാലാൻഡില് നെയ്ഫ്യൂ റിയോ ആണ്. നാഗാലാൻഡില് നെയ്ഫ്യൂ റിയോ. മണിപ്പൂരില് യൂനം ഖേംചം സിംഗ് ആണ്. മണിപ്പൂരിലെ യൂനം ഖേംചം സിംഗ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. എപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ അത് ഓർത്തു വെക്കുക. അരുണാചൽ പ്രദേശ് പ്രേമഖണ്ഡു. അരുണാചൽ പ്രദേശ് പ്രേമഖണ്ഡു. പേമഖണ്ഡു. സിക്കിം പ്രേം സിംഗ് തമാങ് ആണ്. സിക്കിമില് പ്രേം സിംഗ് തമാങ് ആണ്. അപ്പൊ അത്രയാണ് മുഖ്യമന്ത്രിമാര്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ നോക്കാം. നിയമസഭയുള്ള കേന്ദ്രപ്രദേശങ്ങളിലെ മാത്രം നമുക്ക് നോക്കാം. അപ്പൊ ഡൽഹിയിൽ നിയമസഭയുണ്ട് അല്ലെ. മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് നിയമസഭയുള്ളത്. ഒന്ന് ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറും ഉണ്ട്, മുഖ്യമന്ത്രിയും ഉണ്ട്. നിയമസഭ ഉള്ളിടത്ത് മാത്രമാണ് മുഖ്യമന്ത്രിമാരുള്ളത്. ബാക്കിയുള്ളിടങ്ങളില് ലഫ്റ്റനന്റ് ഗവർണർ മാത്രമാണ് ഉള്ളത്. ഇപ്പൊ ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർ ഉണ്ട്. തരൺജിത് സിംഗ് സന്ധു ആണ്. തരൺജിത് സിംഗ് സന്ധു ആണ് ലഫ്റ്റനന്റ് ഗവർണർ. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ്. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ്.
ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ്, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമാണ്. അടുത്തത് പുതുച്ചേരിയിലാണ്. ലഫ്റ്റനന്റ് ഗവർണർ കുനിയൽ കൈലാസനാഥനാണ്. ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? കുനിയൽ കൈലാസനാഥൻ. മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ്. മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ്. ഇനി അടുത്ത നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങൾ നോക്കാം. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് 2025-26 അത് കൊടുത്തത്. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് നേടിയത് ആരാണ്? ആർ വൈരമുത്തു ആണ്. ആർ വൈരമുത്തു തമിഴ് കവിയും ഗാനരചയിതാവുമാണ് ആർ വൈരമുത്തു. അപ്പൊ 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആർ വൈരമുത്തു ആണ്. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഇ സന്തോഷ് കുമാറാണ്. ഇ സന്തോഷ് കുമാറാണ് 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം നേടിയത്. 2025 കൊടുത്തത്. കൃതി എന്താണ്? തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആരാണ്? കെ ജി ശങ്കരപ്പിള്ളയ്ക്കാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കെ ജി ശങ്കരപ്പിള്ളയ്ക്കാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇ പി രാജഗോപാലനാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇ പി രാജഗോപാലനാണ്. കൃതി എന്താണ്? ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥമാണ്. ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിക്കാം. ഉൾക്കഥ എന്ന കൃതി ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സാഹിത്യ വിമർശനമാണ്. സാഹിത്യ വിമർശനം. ഇ പി രാജഗോപാലന്റെ ഉൾക്കഥ എന്ന കൃതിക്കാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്.